ഹേ എവ്രി വൺ, ഇപ്പോൾ സ്ട്രോബെറി സീസണൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് സ്ട്രോബെറി വെച്ചിട്ട് ഒരു ചെറിയ ഡിസേർട്ട് ട്രൈ ചെയ്ത് നോക്കട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിസേർട്ടാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് സ്ട്രോബെറീസ് ഒക്കെ നല്ലപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് ഷുഗറും ആഡ് ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ല സോണസ് ഉള്ള സ്ട്രോബെറി ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്ത് അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ലപോലെ ബീറ്റ് ചെയ്ത് ഈ ഒരു ടെക്സ്ചർ ആവണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ സ്ട്രോബെറീൻ്റെ മിക്സ്ചർ ആഡ് ചെയ്ത് അതൊന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ മെയിൻ പ്രിപ്പറേഷൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാനാണ്. അതിനായിട്ട് നമുക്കൊരു ബിസ്ക്കറ്റ് വേണം കേട്ടോ. റെക്റ്റാങ്കിൾ ഓർ സ്ക്വയർ ഷേപ്പിലുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മധുരം കുറവുള്ള ബിസ്ക്കറ്റ് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഷേപ്പ് പ്രിഫർ ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്താൽ ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അതിനായിട്ടാണ്. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് ഒരു ലെയർ സെറ്റ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെയും സ്ട്രോബെറിൻ്റെയും ആ മിക്സ്ചർ അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു തിക്ക് ലെയർ ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കിയുള്ള ബിസ്ക്കറ്റ് ഇതേപോലെ സെറ്റ് ചെയ്ത് അതൊരു 4 to 6 hours ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള റെസിപ്പി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.